ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 വിക്ടേഴ്സിൻ്റെ ഫിസിക്സിൻ്റെ 11ാമത്തെ ക്ലാസ്സിൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് ആണ്. അതിലത്തെ ആദ്യത്തെ അസൈൻമെൻറ്റ് ഇതാണ്: ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് എഴുതാനാണ് നമ്മളോട് അസൈൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആൻസർ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോയിൻ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴേക്കും അത് ഒരു ടേബിൾ വരച്ച് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും അപ്പുറത്തും ഇപ്പുറത്തും എഴുതിയിട്ട് എഴുതാൻ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്: ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതായത് മോഷൻ്റെ ഡിറക്ഷനെ കൺസിഡർ ചെയ്യാണ്ട് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ആക്ച്വൽ പാത്തിൻ്റെ ലെങ്തിനെയാണ്, അതിൻ്റെ നീളത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്: ഡിസ്റ്റൻസ് ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആകെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഡിറക്ഷന് വലിയ പ്രാധാന്യമൊന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്നതാണ്. തേർഡ് പോയിന്റ്: ഡിസ്റ്റൻസ് കവേർഡ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ഓർ സീറോ. അതിനർത്ഥം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഒന്നെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് സീറോ ആയിരിക്കും. നമ്പർ 4: ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഗിവൻ പോയിൻറ്റ്സ് മേ ബി സെയിം ഓർ ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പാത്സ് ചൂസൺ. രണ്ട് പോയിൻറ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സെയിം ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആകാം. കാരണം പല വഴികളിലൂടെ അല്ലെങ്കിൽ പല പാത്ത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് പാത്തിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് പാത്തിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. നമ്പർ 5: ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി സീറോ ഇഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സീറോ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെന്ന് വെച്ച് ഡിസ്റ്റൻസ് സീറോ ആവണമെന്നില്ല. ചിലപ്പോൾ സീറോ ആയിരിക്കും, ചിലപ്പോൾ വല്ല പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ദർ ഈസ് ഓൾവേസ് എ ഡിസ്റ്റൻസ് കവേർഡ് വെൻ ദർ ഈസ് മോഷൻ. അതായത് മോഷൻ ഉള്ളപ്പോൾ, അതായത് വെൻ ദർ ഈസ് മോഷൻ, എപ്പോഴാണോ മോഷൻ ഉള്ളത് അപ്പോൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കവേർഡ് ഉണ്ടായിരിക്കും. അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ: ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഡയറക്ഷനിൽ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഇനീഷ്യലും ഫൈനൽ പൊസിഷനും, അതായത് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ഫൈനൽ എന്ന് പറഞ്ഞാൽ തീരുന്നത്, നിർത്തുന്നത്. അപ്പോൾ ആ രണ്ട് പൊസിഷൻ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നേരത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലർ ആണെന്ന് പറഞ്ഞു. വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ആർ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഇവിടെ കൺസിഡർ ചെയ്യും. ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ സീറോയും ആകാം. ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ടു ഗിവൺ പോയിൻറ്റ്സ് ഈസ് ഓൾവേസ് ദ സെയിം. രണ്ട് പോയിൻറ്റുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ഇറ്റ് ഈസ് സീറോ ഇഫ് ഡിസ്റ്റൻസ് ഈസ് സീറോ, ബട്ട് ഇറ്റ് ക്യാൻ ബി സീറോ ഈവൻ ഇഫ് ഡിസ്റ്റൻസ് ഇസ് നോട്ട് സീറോ. എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് സീറോ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും സീറോ ആണ്. പക്ഷേ ഡിസ്റ്റൻസ് സീറോ ആവാണ്ടിരുന്നാൽ പോലും ചിലപ്പോഴൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആകും. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് വെൻ ദർ ഈസ് മോഷൻ ദർ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു മോഷനുള്ള സമയത്ത് ഡിസ്റ്റൻസ് ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. മോഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം എന്നില്ല, അതായത് സീറോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. Next assignment: Snowy leaves his house and walks along a straight road towards a market. After 5 minutes it starts raining, and so he stayed there for 2 minutes and then returns home. His position as a function of time is shown below. അതായത് സ്നോയി എന്ന് പറയുന്നൊരു കുട്ടി അവരുടെ ഹൗസ് വിട്ട് ഒരു മാർക്കറ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ നടക്കുവാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അവിടെ നിന്നു കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്തു. 2 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറും നമുക്ക് പറഞ്ഞു പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൗ ഫാർ വാസ് ഹി ഫ്രം ഹിസ് ഹോം വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങിയ സമയത്ത് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ എത്ര ദൂരമായിരുന്നു? ആൻസർ: ഹിയർ വി നീഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓർ ദ പാത്ത് ലെങ്ത് ഓഫ് ദ മാർക്കറ്റ് ഫ്രം ദ ഹോം. അതായത് മാർക്കറ്റിനും ഹോമിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ അവൻ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്കത് ഗ്രാഫിൽ നോക്കിയാൽ അറിയാം. അതെന്ന് പറയുന്നത് 0.5 കിലോമീറ്റർ ആണ്. നമുക്കൊന്ന് ഗ്രാഫ് നോക്കിയിട്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ വീടെന്ന് പറയുന്നത് ആ ഒരു സീറോ മാർക്ക് ചെയ്തിരിക്കുന്ന പൊസിഷനാണ്. അവൻ റെയിൻ ചെയ്തപ്പോൾ, അതായത് മഴ പെയ്തപ്പോൾ നിന്ന സ്ഥലം, വെയിറ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് B to C വരെയുള്ള സമയമാണ് അവൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ B ആണ് മഴ പെയ്യാൻ തുടങ്ങിയ സമയം എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആ പൊസിഷൻ ആക്സിസിൽ, അതായത് y ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 0യും 0.5നും ഇടക്കാണ്. അതായത് 0.5 കിലോമീറ്റർ ആണ് ആ ഒരു B വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പോർഷൻ ഓഫ് ദ ഗ്രാഫ് where he was waiting for the rain to stop. മഴ പെയ്യുന്നത് തീരാൻ വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്ത പോർഷൻ ഏതാണെന്ന് ഗ്രാഫിൽ കാണിക്കാനാണ് പറയുന്നത്. ആൻസർ, ദ പോർഷൻ ബിറ്റ്വീൻ B ആൻഡ് C ഇസ് ദ പോർഷൻ ഓഫ് ദ ഗ്രാഫ് where he was waiting. ബിൻ്റെയും സിൻ്റെയും ഇടയ്ക്കുള്ള പോർഷൻ, ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ബിൻ്റെയും സിൻ്റെയും ഇടയ്ക്കുള്ള പോർഷനാണ് അവൻ വെയിറ്റ് ചെയ്ത ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബിൻ്റെയും സിൻ്റെയും ഇടയ്ക്ക് ദ ഒബ്ജക്റ്റ് ഇസ് അറ്റ് റെസ്റ്റ്. സോ ദ പോർഷൻ ബിറ്റ്വീൻ B ആൻഡ് C ഇസ് ദ പോർഷൻ വിച്ച് ഷോസ് ഹി വാസ് വെയിറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 10 minutes? 10 മിനിറ്റിൽ അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 0 to 10 minutes വരെയും അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ ഗിവൺ ഡിറക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനീഷ്യൽ അതായത് തുടങ്ങുന്ന പൊസിഷനും അവസാനിക്കുന്ന പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ചേഞ്ച് ഇൻ പൊസിഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതായത് തുടങ്ങുന്ന പൊസിഷനും തീരുന്ന പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ തീരുന്ന പൊസിഷൻ, ഫൈനലായിട്ടുള്ള പൊസിഷൻ എവിടെയാണ്? കുട്ടി തിരിച്ച് വീട്ടിലേക്കാണ് എത്തുന്നത്. അതായത് 0 തന്നെയാണ് അവിടുത്തെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. തുടങ്ങുന്നതും വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് 0യിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. സോ വി റൈറ്റ് 0 മൈനസ് 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി റിട്ടേൺഡ് ഹോം വിത്ത് എ ഗ്രേറ്റർ സ്പീഡ്. ഈസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ? അപ്പം നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതായത് ആ കുട്ടി വീട്ടിലെത്തിയത് കുറച്ചും കൂടി കൂടുതൽ സ്പീഡോടെയാണ്, അതായത് പോയ സ്പീഡിനേക്കാളും കൂടുതലായിട്ടുള്ള സ്പീഡ് കൊണ്ടാണ് ആ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയതെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ്. ആൻസർ, യെസ്, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അപ്പം നമുക്ക് പറയാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഗ്രാഫ് ദാറ്റ് ദ സ്ലോപ്പ് വിച്ച് ഷോസ് ഹിസ് റിട്ടേണിംഗ് C to D ഇസ് ഗ്രേറ്റർ ദാൻ ദ സ്ലോപ്പ് വിച്ച് ഷോസ് ഹിസ് ജേർണി ടു ദ മാർക്കറ്റ്. അതായത് ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 0 to B എന്ന് പറയുന്ന ആ സ്ലോപ്പ് ഉണ്ടല്ലോ, ആ ഒരു കുട്ടി മാർക്കറ്റിലേക്ക് പോകുന്ന ആ സ്ലോപ്പ് എന്ന് പറയുന്നത് കുട്ടി തിരിച്ചു വരുന്നത്, അതായത് C to D എന്ന സ്ലോപ്പിനേക്കാളും ചെറുതാണ്. ആ ഒരു ചരിവ് കുറവാണ് 0 to B എന്ന് പറയുന്ന ആ സ്ലോപ്പിന്. സ്ലോപ്പ് കുറവാണെങ്കിൽ അതിനർത്ഥം എന്താണ്? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കുറവാണ്. അതായത് ആ കുട്ടി ആദ്യം പോയ സ്പീഡ് തിരിച്ചു വന്ന സ്പീഡിനെക്കാട്ടും കുറവാണ്. അതായത് തിരിച്ചു വന്ന സ്പീഡാണ് മറ്റേ സ്പീഡിനേക്കാളും കൂടുതൽ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അസൈൻമെൻറ്റിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.